എന്റെ പ്രിയപ്പെട്ട സഹോദരി പറയും, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, സീരിയല് കാണുന്നത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നിസ്കരിക്കുന്നവളാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്തേ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പരാതി പറയുന്ന പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാകാൻ ആഗ്രഹമുണ്ടോ? കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? നിന്റെ മോശമായ സ്വഭാവം മുഴുവനും മാറണോ? അതിന് 5 പൈസയുടെ കഷ്ടപ്പാടില്ല. എളുപ്പത്തിൽ നിനക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊന്ന് നന്നാകണം നബിയേ, എന്റെ സ്വഭാവം എനിക്ക് ശരിയാക്കണം നബിയേ, എനിക്ക് അധികമായിട്ട് ഇബാദത്ത് ചെയ്യണം നബിയേ, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് അവിടെ നിന്ന് പറയുമ്പോ, നീ മനസ്സിലാക്കേണ്ടത് അബൂദർ കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവനല്ല. ആരാ അബൂദർ എന്നറിയുമോ? ആരാണ് അബൂദർ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ആരാണ് ചോദിക്കുന്നത്? ആരാണ് ചോദിക്കുന്നത്? ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് പേര് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? ആ പോകുന്നത് അബൂദറാണെന്ന്, ആ പോകുന്നത് അബൂദറാണെന്ന് ആരാണ് നിനക്ക് പറഞ്ഞു തന്നത്? എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബി അശ്റു ഫിൽ അർളി. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും നല്ലതുപോലെ 7 ആകാശത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. അബൂദറിനെ എല്ലാ മലക്കുകൾക്കും അറിയാ നബിയേ. അങ്ങനെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ. ആ അബൂദറാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, നന്നാകണം നബിയേ, ഒരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പള്ളിപ്പറമ്പിലേക്ക് പോകാനാ. ജനങ്ങളെ കബറടക്കിയിരിക്കുന്ന ഖബർസ്ഥാനുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകാനാ. നിന്റെ കള്ളുകുടി മാറണോ? നിന്റെ വ്യഭിചാരം മാറണോ? നിന്റെ മോശമായ സ്വഭാവം മാറണോ? നിന്റെ അഹങ്കാരം മാറണോ? എടാ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ പോയിട്ടൊരു 10 മിനിറ്റ് നിനക്ക് നിൽക്കാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിൽ പോയിട്ടൊരു 10 മിനിറ്റ് നിന്നാൽ പടച്ചവനെ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പെങ്ങളെ, നന്നാകണോ മോളെ? തലമറയ്ക്കണോ ഉമ്മ? പ്രായം ചെന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ. ഈ വയസ്സാകാലത്ത് മരണമെടുത്തിരിക്കും
കാത്തിരിക്കുന്ന സമയത്ത് പോലും നിനക്ക് നിസ്കരിക്കുവാനും ഖുർആൻ ഓതാനും ദിക്ർ പറയാനും കഴിയുന്നില്ലല്ലോ. നീ ടിവിയുടെ പെണ്ടിലിരുന്ന് സീരിയൽ കണ്ട് സുഖിക്കുകയല്ലേ? നന്നാകണോ ഉമ്മ? ഈ രാമന്തളിയിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്ന് കേട്ടാൽ നീ ആ മരണ വീട്ടിൽ പോകണേ, നീ ആ മരണ വീട്ടിൽ പോകണേ. എന്നിട്ട് ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് കേറണേ. ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് നീയുമൊന്ന് കേറിയിട്ടൊന്ന് നോക്കുമോളെ, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖബറിനെ കുറിച്ച് ചിന്തിക്കടാ മോനെ. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട ഖബറിനെ കുറിച്ച് നീ ആലോചിക്കാത്തതെന്താ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് നീ എന്തുകൊണ്ട് മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല? പണം കൂടിയതിന്റെ അഹങ്കാരം കാണിക്കുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ എന്തുകൊണ്ട് പറയുന്നില്ല? നിസ്കരിക്കാത്ത ഭർത്താവിനോട്, അഹങ്കാരികളെ പോലെ നടക്കുന്ന മക്കളോട്, അല്ലാഹുവിനെ മറക്കുന്ന നിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് എന്തുകൊണ്ട് നീ ഖബറിനെ കുറിച്ച് പറയുന്നില്ല? പെങ്ങള്, മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താത്തതിന്റെ കാരണം എന്താ? എത്രയെത്രയോ പെണ്ണുങ്ങള് വഴിപിടച്ച് നടന്ന ഭർത്താക്കന്മാരെ നന്നാക്കിയ ചരിത്രമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് കഴിയാത്തതെന്നറിയുമോ? മഗ്രിബ് കഴിഞ്ഞ 6 മണി മുതൽ രാത്രി 9 മണി വരെ ടിവിയുടെ പെണ്ടിലിരുന്നിട്ട് സീരിയൽ കണ്ട് കരയുന്ന നിനക്കതറിയില്ല പെങ്ങള്. നിനക്കത് പറയാനുള്ള അർഹതയില്ല. എങ്കിലും നീ ചരിത്രമെടുത്തു വായിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന സീരിയലിലെ നടിയെ പോലെയല്ല. നിനക്ക് മാതൃകയാക്കാൻ, നിനക്ക് റോൾ മോഡലാക്കാൻ ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാണ് നീ സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടത്. ആ ഫാത്തിമ ബീവിയുടെ ചരിത്രം എന്തുകൊണ്ട് നീ വായിച്ചു നോക്കുന്നില്ല? ആവശ്യമില്ലാത്ത കഥകൾ വായിക്കുമല്ലോ, നോവല് വായിക്കുമല്ലോ. നിനക്ക് കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുടെ ചരിത്രം വായിക്കൂ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 30ഓ 35ഓ 40ഓ വയസ്സ് വരെ ജീവിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മോളെ 30 കൊല്ലം ജീവിച്ചവളല്ല. ചെറിയ പ്രായത്തിലെ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് മരണപ്പെട്ട മഹദിയ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞ് തന്റെ പുതിയ പളയുടെ കൂടെ മണിയറയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു പോവുകയാണ്. കാരണം ആദിരാത്രിയാണല്ലോ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണല്ലോ. അലിയാർ തങ്ങളും ഫാത്തിമയും മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയല്ലോ. പടച്ചവനെ, മുത്തുനബിയുടെ രക്തമാണല്ലോ. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാ. രണ്ടുപേരും ബെഡ്റൂമിനകത്ത് കയറി. അലിയാർ തങ്ങൾ വീടിന്റെ വാതിലടയ്ക്കുകയാ. അവിടത്തെ വീടിന്റെ വാതിലടച്ചു. അലിയാർ തങ്ങൾ വീടിനകത്തേക്ക് സന്തോഷത്തോടെ മണിയറയ്ക്കകത്ത് കടന്നു വന്നിട്ട് ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണയ്ക്കുകയാ. വീടിന്റെ അകത്ത് മണിയറക്കകത്ത് ഒരുക്കി വെച്ചിരുന്ന വിളക്കങ്ങ് തിരിക്കുകയാണ്. ആ തിരിയങ്ങ് താഴ്ത്തുമ്പോ മണിയറയ്ക്കകത്ത് ഇരുട്ട് വരികയാ. വെളിച്ചമില്ലാതെ വരുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ,
മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാണ്. അല്ലാഹുവേ, അലിയാർ തങ്ങളുടെ മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അല്ലാഹുവേ, അലിയാർ തങ്ങൾ ഓടി ചെല്ലുമ്പോ ആരാണ് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നമകളാണ്. എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണീ മദീനത്തിലുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ പിന്നെ എന്തിനാണ് നീ കരയുന്നത്? പിന്നെ എന്തിനാണ് നീ കരയുന്നത്? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, അലിയേ, നിങ്ങൾ പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ റൂമിനകത്ത് ഇരുള് വന്നല്ലോ, ഈ റൂമിനകത്ത് ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണ് വാരി മുകളിലിട്ടിട്ട് എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോ അതിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? അതിനകത്ത് വെളിച്ചമുണ്ടാകില്ലല്ലോ. ഒരു പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് വീടിന്റെ റൂമിനകത്ത് ഇരുട്ട് വന്നപ്പോ പഠിച്ചവരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, കഴിയുമോ പെങ്ങള് ഇന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് ലൈറ്റ് മുഴുവനും അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ? പഠിച്ചവരെ, നിന്റെ മക്കളുണ്ട്, നിന്റെ കൂടപ്പറപ്പുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും കിടക്കുന്ന വീടിന്റെ അകത്ത് ഒരു റൂമിനകത്ത് കയറിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് AC ഓഫ് ആക്കിയിട്ട് സർവ്വ ലൈറ്റുകളും അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാ കഴിയുമോ പെണ്ണേ? പിന്നെ എങ്ങനാ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുമ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, ഇന്ന് നമ്മുടെ മണിയറയാണ്, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. ഈ മണിയറയ്ക്കകത്തിരുന്നിട്ടാണോ നീ ഖബറിനെ കുറിച്ച് പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഇത് മണിയറയാണെന്ന് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തിരുത്തുകയാ. അതാണ് പെണ്ണ്. എന്റെ ഉപ്പയ്ക്ക് പിറക്കുന്ന മക്കൾ അങ്ങനാ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കൾ അങ്ങനാ. കണ്ടുകുടിച്ചു പാതിരാത്രി പടച്ചവനെ വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രി 4 കാലിൽ കേറി വരുന്ന കഞ്ചാവടിച്ചവനത് തിരിയൂല. പടച്ചവനെ, എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുന്ന നിനക്കത് തിരിയൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് കരയുമ്പോ അലിയാർ തങ്ങൾ പറയുകയാ, ഇത് നമ്മുടെ മണിയറയാ, ഇന്ന് നമ്മുടെ അതിരാത്രിയാ. ഇവിടെ ഇരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞ് കരയുകയാണോ? ആ സമയത്താണ് പുതുമണവാട്ടി പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നിങ്ങളെ കല്യാണം കഴിഞ്ഞാ കാണാൻ വരുന്നവർ മുഴുവനും അറയിൽ കയറി നോക്കുമല്ലോ, അവിടെയല്ലടി മണിയറ. ചെറുപ്പക്കാരാ, അവിടെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പണിതിട്ട് കാര്യമില്ലടാ. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? അതാ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പടച്ചവനെ രാമന്തര പള്ളിയുടെ ഖബർസാലിൽ നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിടുന്ന 1ാമത്തെ രാത്രി, അന്നാടാ അതിരാത്രി, അന്നാടാ അതിരാത്രി, അന്നാടാ ഖബറിന്റെ അകത്ത് വരുന്ന മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്കുകൾ പറയണം, ലം കനൗമത്തിൽ അറൂസ്
പുതിയ പള കിടക്കുന്നത് പോലെ കിടന്നോ. മണിയറയ്ക്കകത്ത് കിടക്കടി. ഈ മണ്ണറ മണിയറയായിരിക്കുകയാണ്. ഈ മണ്ണറ മണിയറയായിരിക്കുകയാണ്. കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ. നിന്റെ ബെഡ്റൂമിനെക്കാളും വല്ലാത്ത ദൈർഘ്യമാണ്. പടച്ചറപ്പ് നിന്റെ ഖബർ വിശാലമാക്കുകയാ. എന്തു സുഗന്ധമെന്നറിയുമോ? അല്ലാഹുവേ, മലക്കുകൾ പറയുകയാണ്, ഇത് നിന്റെ മണിയറയാണ്. ഇതിനകത്ത് കിടന്ന് ഖിയാമത്ത് നാൾ വരെ നീ കിടന്ന് ഉറങ്ങിക്കോ. നീ ഇതിനകത്ത് കിടന്ന് സുഖിച്ചോ. ആ മണ്ണറയിലാണ് മണിയറ ഒരുക്കേണ്ടത് എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പറഞ്ഞു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, നമുക്കൊരുമിച്ച് ഖുർആൻ ഓതാം, നമുക്കൊരുമിച്ച് തൗബ ചെയ്യാം. അല്ലാഹുവേ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണിയറക്കകത്തിരുന്ന് ഭാര്യയും ഭർത്താവ് ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ഖബറിന് നാവുണ്ടടാ. ഇനി മുതൽ പള്ളിപ്പറമ്പിൽ പോകുമ്പോ നീ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പള്ളിപ്പറമ്പിലെ ഖബറിന് നാവുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബറും നാവുണ്ട്, ഖബറും സംസാരിക്കുമടാ. ഇന്ന് പറയും സിറാജ് ഉസ്താദേ, ഞങ്ങൾ ഇന്ന് വരെ ഖബർ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. എങ്കിൽ കേൾക്കുന്ന ഒരു സമയമുണ്ട്, കേൾക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് കേൾക്കുന്നതെന്നറിയുമോ? നിന്റെ ജനാസ കൊണ്ടുവരുമല്ലോ, നിന്റെ ജനാസ കൊണ്ടുവരുമല്ലോ. രാമന്തല പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവച്ചു. അബൂഫിദാ ഉസ്താദ് നിന്റെ മയ്യത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും മയ്യത്ത് കട്ടിലിനകത്ത് വെച്ചിട്ട് നിന്റെ ജനാസ ഇവിടത്തെ ഖബർസാനിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ആ പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കേൾക്കാമടാ നിനക്ക് ഖബറിന്റെ സംസാരം നിനക്ക് കേൾക്കാം. ഇന്ന് ഞാൻ ഈ പറയുന്നതിനേക്കാളും നല്ല മനോഹരമായ രീതിയിൽ ഖബർ പറയുന്നത് നിനക്ക് കേൾക്കാം. ഖബർ നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഒരാളെ ഖബറടക്കി. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ വാ. എന്തിനാ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത്? മയ്യത്ത് ഖബറടക്കിയല്ലോ, ആ മയ്യത്തിനോടുള്ള കടപ്പാടുകൾ മുഴുവനും കഴിഞ്ഞല്ലോ. ഇനി എന്തിനാണ് പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ വിട്ടേക്ക്, നിങ്ങൾ എല്ലാവരും പൊക്കോ. എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലെ ഒരു ഖബറിന്റെ ചാരത്ത് പോയി. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്ത് ചെന്നോ. എന്നിട്ട് ഖബറിന്റെ ചാരത്തിരിക്കുകയാ. ഒരു ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. നിശബ്ദനായി ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുകയാ, എന്തേ എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായല്ലോ, എന്റെ അടുത്ത് വന്ന് മിണ്ടാതെ ഇരിക്കുകയാണല്ലോ, എന്തേ ഒന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എങ്ങനാ ഒരാളോട് നീ പെരുമാറുന്നത് എങ്ങനാ? ആ സമയത്ത് ഖബർ പറയുകയാ, മസഖത്തുൽ കുഫാൻ വശദഖത്തുൽ മുഖലതൈൻ വഅകൽതു ലഹുമാ. നിന്റെ
കഫം തുണികൾ വലിച്ചു കീറുമടാ, ഖബറ് ഞെരിക്കുകയാ. രണ്ടു ഭാഗത്ത് നിന്ന് നിന്നിങ്ങനെ അടുക്കുകയാണ്. നിന്റെ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയില് പടച്ചവര് ഖബറ് ഞെരിക്കുകയാണ്. ഈ തിന്നു കൊഴുപ്പിച്ചത് മുഴുവനും തിന്നു തീർക്കുമടാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് കരഞ്ഞങ്ങ് തളർന്നു വീഴുകയാ. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഖബറ് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പറയുന്നു, എനിക്ക് കേൾക്കണ്ട, എനിക്കത് കേൾക്കാൻ എനിക്കവിടുന്ന് കഴിയില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പിടഞ്ഞു താഴെ വീണു. ആ ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുകയാണ്. തന്റെ കണ്ണുനീരിങ്ങനെ ഖബറിന്റെ മുകളിൽ വീഴുമ്പോ ആ ഖബറാട് പറഞ്ഞു കൊടുത്തത്, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ കൂടിയവരോട് പറയുകയാ, ഒരു ദിവസം നിനക്കും കുടിക്കും, ഒരു ദിവസം നിനക്കും ഈ രാമന്തളി പള്ളിയുടെ ഖബർസാനില് ഒരു ദിവസം ആറടി മണ്ണിന്റെ ഒരു കുടി നിനക്കും എടുക്കുവാപ്പാ. തങ്ങളെ ചിന്തിച്ചോ, നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് ദുനിയാവിൽ നിന്റെ ഭർത്താവുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ മക്കളുണ്ട്, നിന്റെ കൂടപ്പറപ്പുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്. നാളെ ഖബറോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നീ ഒറ്റയ്ക്കല്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ സമുദായവും നാളെ പരലോകത്തുണ്ട്. ഇനി അമ്മ നിനക്ക് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിട്ടാ അവിടെയും നീ ഒറ്റയ്ക്കല്ല. ഇനി നരകത്തിലാക്കാണ് വിടുന്നതെങ്കിൽ അവിടെയും നീ ഒറ്റയ്ക്കല്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അതിവിടത്തെ പള്ളിപ്പറമ്പിലെ ഖബറാ. ഒരാളും വരൂല, ഒരാളും സഹായിക്കില്ല, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് പറയുകയാ, ഓർത്തു വെച്ചോ, ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. എന്തായാലും നമ്മൾ മരിക്കുമല്ലോ, ഖബറ് കുഴിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, സ്വഹാബാ, നിങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം ഖബറ് കുഴിക്കും സ്വഹാബാ. നിങ്ങൾ തയ്യാറായിക്കോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഖബറ് കുഴിക്കും. അല്ലാഹു നമ്മുടെ ഖബറ് ജീവിതം, മരണം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു ദിവസം മരിക്കൂലേ? മരിക്കുവോ? വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. മരിക്കുമെന്ന് വിശ്വാസമുള്ളവരെന്ന് കൈപൊക്കിക്ക്. അതിനെന്താടാ ഇടത് കൈ? അതിന് ഇടത് കയ്യന്മാരും ഉണ്ട്, അരക്കയ്യന്മാരും ഉണ്ട്. എന്താ മരിക്കുമെന്ന് വിശ്വാസം? നല്ല പൊക്കിക്ക്, ഒന്ന് കഷം കാണട്ടെ, ഒന്ന് പൊങ്ങട്ടെ. ആ, അൽഹംദുലില്ലാ. താത്താമാരെങ്ങനെ മരിക്കുവോ? ആ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ആരാകുമായിരുന്നു? മരിക്കുമെന്നൊരു ചിന്ത, അങ്ങനെ ഒരു ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ആരായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ പൊക്കിയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും. മരിക്കുമ്പോ നേരെ രൂപ മരിക്കണം. മരിക്കുന്ന സമയത്ത് ചുമ്മാതെ മരിച്ചാലൊന്നും പോരാ, മരിക്കുമ്പോ അന്തസ്സോടെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും എത്ര കരഞ്ഞാലും എത്ര വിളിച്ചാലും അസ്റായിൽ നമ്മളെ കൊണ്ടുപോകും, ഒരു സംശയമില്ല. ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു നമ്മുടെ മരണം നിശ്ചയിച്ചു കഴിഞ്ഞു, സമയം കുറിച്ചു കഴിഞ്ഞു, ഇനി അത് മാറൂല. അപ്പൊ എന്തുകൊണ്ടായാലും എന്തു വന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കണം. അപ്പൊ മരണം വരുന്നതിന് മുമ്പ്, പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ സുഖമായിരിക്കും. വെറുതെ മരിച്ചാ പോരാ, മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്യണം. 6 കാര്യങ്ങൾ ചെയ്തിട്ട് പോയാ നേരെ സ്വർഗത്തിലേക്ക് പോകാം. ചെയ്യാതെ പോയാ നിന്റെ കാര്യം പോക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ.
അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 കാര്യങ്ങൾ മരണത്തിന് മുമ്പ് ചെയ്യണം. 6 കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലയോ പോയി നമ്മുടെ കാര്യം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 6 കാര്യം ചെയ്യാൻ പൈസ ഒന്നും വേണ്ട, അതാ മനസ്സിലാക്കണ്ടേ. 5 നയാ പൈസ മുടക്കേണ്ട കാര്യമില്ല ഈ 6 കാര്യം ചെയ്യാൻ. പൈസ മുടക്കാനാ നമുക്ക് പേടി. അള്ളാഹു മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു പോലും ഒരു ആമീൻ പറയാൻ നിന്റെ നാവ് പൊങ്ങണില്ല, പിന്നെങ്ങനാ സഹോദര? വല്ല ജയ് വിളിക്കാനാണെങ്കിൽ ഇതിനെക്കാളും ശബ്ദത്തിൽ നമുക്ക് വിളിക്കാറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ആമീൻ പറയുന്നുണ്ടോ, ആ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഒരാമീൻ പറ. ഇപ്പോഴെങ്കിലും നിന്റെ നാവ് പൊങ്ങുവോ നോക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേ. ഒന്നുകൂടെ. ഇനി പറയാൻ മടിയുള്ളവൻ പറയണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. അതൊരു ആമീൻ പറയാനുള്ള മനസ്സ് പോലും നിനക്കില്ലെങ്കിൽ നീ പറയണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 6ഉം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇപ്പൊ തന്നെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ 9:45. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ 6ഉം പറയാന്ന് ഞാൻ വാക്ക് പറഞ്ഞ 6 ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന സമയം 11 മണിയാണ്. ആ 11 മണിക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് പറയുന്നത് പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫവാസെ 11 മണി വരെയല്ലേ സമയം? ബക്കറ്റ് പിരിവുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിടെ നടത്തിയേക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്താ? എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറയുകയാണ്, ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറഞ്ഞു തരികയാണ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറയുകയാണ്, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവസാനമായി തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ഈമാനോടുകൂടി വേണം മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറഞ്ഞു തരുമ്പോ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പറയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതറിയാത്തവര് മനുഷ്യനുമില്ലല്ലോ. ഏത് മുതുകുടിയനും പറയാനറിയുന്ന ദിക്റാണല്ലോ. പടച്ചവനേ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞു തരുമല്ലോ. ആ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ. അത് പറയാതെ മരിക്കല്ലേ, അത് പറയാതെ മരിക്കല്ലേ. അത് പറഞ്ഞിട്ട് നീ മരിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മരിക്കുന്ന സമയം റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി വേണം മരിക്കാൻ. നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് നമ്മളെ കൊണ്ടത് പറ്റുമെന്ന. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിക്കും, അതെന്നെ കൊണ്ട് കഴിയുമെന്ന് ഉറപ്പിച്ചാ നടക്കുന്ന നമ്മൾ. കാരണം നിസ്കാര തഴമ്പുണ്ട്, താടിക്ക് നീളമുണ്ട്, കുറെ ദിക്കറും ദുആയൊക്കെ ചെയ്യുന്നുണ്ട്, ഫർദ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ, ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇത് പറഞ്ഞിട്ടങ്ങ് മരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നിനക്കത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയി നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? എടാ, അത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ പെങ്ങളെ ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്തുപോയി നിന്നിട്ട് ഷഹാദത്ത് കലിമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മായിക്ക്, നിന്റെ വാപ്പായിക്ക്, നിന്റെ കുടുംബക്കാരന് നീ പറഞ്ഞു കൊടുക്കണം. ആര് പറഞ്ഞു കൊടുക്കണം? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.